ഇനിയും നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ. അടുത്ത തവണയെങ്കിലും എൻ്റെ കവിതാ മോളെ 10ാം ക്ലാസ്സിൽ നിന്ന് ഒന്ന് കരകയറ്റി തരണേ. പിന്നെ ഭഗവാന്മാർക്ക് ഇപ്പൊ കരകയറ്റില്ലല്ലേ പണി. 3-4 കൊല്ലമായി ഞാനും എൻ്റെ മോളും അതിന് ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും അവളെ കൈവിടല്ലേ എൻ്റെ ഭഗവാനെ. അതിന് ഭഗവാൻ സിൻഡിക്കേറ്റ് മെമ്പറൊന്നും അല്ലല്ലോടോ മനുഷ്യ. താൻ എന്തെങ്കിലും പറഞ്ഞോ രാവുണ്ണി? അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. ഇപ്രാവശ്യം ജയിച്ചിട്ട് വേണം ഒരു IAS കാരൻ്റെ കൂടെ എൻ്റെ മകളെ പറഞ്ഞയക്കാൻ. എന്തോ കഴിഞ്ഞ പരീക്ഷയ്ക്കും അവൾക്ക് ഇംഗ്ലീഷിന് 0 കിട്ടിയത്. അതിനി ഇംഗ്ലീഷ് ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല. തൻ്റെ അല്ലേ മോള്, തലക്കകത്തോലും വേണ്ടേടോ. അമ്മേ ഭഗവതി രക്ഷിക്കണേ. കൃഷ്ണ ഭഗവാനെ. രാവണ്ണി, ഓ, മോള് തോൽക്കാതിരിക്കാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? പഠിപ്പിക്കാതിരിക്കുക. അരേ കോനെ, കുഞ്ഞുണ്ണി വൈദ്യരോ? എവിടേക്കാ കൂടപ്പുറപ്പിനെ കൊണ്ട്? രസായനം ഉണ്ടാക്കാനായിരിക്കും. കരിങ്കുരങ്ങി രസായനം. അമ്മിമോളും ബോംബെക്ക് പോയായിരിക്കും വിമാനം കയറാൻ. എന്തിനാ മാജി വടി കൊടുത്ത് അടി വാങ്ങുന്നേ? അത് നിന്റെ തന്തയുടെ സ്വഭാവ. പൊടി അവിടുന്ന്. അന്ന് വയറുവേലയ്ക്ക് തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വയറ്റിളക്കം പിടിച്ചു. അതിന്റെ കഷായത്തിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല, വയറിന്റെ കുഴപ്പം കൊണ്ടാ. മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയുന്നത് വെറുതെ അല്ല. ഒറ്റെണ്ണം നല്ലതില്ല. ദരിദ്രവാസികൾ ഏതെങ്കിലും എടുത്തോ. നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ ആ ഭരതംപിള്ള നിന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതെങ്ങനാ മാജി? അതിനാടി ബുദ്ധി വേണമെന്ന് പറയുന്നത്. പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം. ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാടി ഈ നാട്ടിലുള്ളത്? അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അയാൾക്ക് മകളെന്ന ഒറ്റ വിചാരേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. മകളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലപലാദിയുടെ കയ്യിൽ പോവും. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് വളച്ചെടുക്കണമെന്ന്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാജി. അങ്ങനെ വീഴണ്ടേ? എടി, വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു. പിന്നെയാണ് ഒരു ഭരതംപിള്ള. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, രാത്രി അവിടെ തന്നെ താമസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ആ രാവുണ്ണിയേട്ടന് എപ്പോഴും എന്നെ സംശയ. രാവുണ്ണിയേട്ടൻ എടി, അവൻ പോട്ടടി. അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം. ദേ, ഞാനൊരു കാര്യം പറയാ, അവനെ വിശ്വസിക്കാൻ കൊള്ളാത്താനാ. തെണ്ടി. ചേട്ടാ, കാപ്പി. രാവിലെ കെട്ടിയെടുക്കും. എന്താടി നാട്ടിൽ തൊടിക്ക് ഇത്ര പഞ്ഞോ? ഈ വേഷത്തിൽ എന്നെ കാണാനാ ഭംഗിയെന്ന് മാജി പറഞ്ഞു. മേലി വേഷത്തിലൂടെ കണ്ടേക്കരുത്. അതെല്ലാം ബോംബെയില്. ഞാനൊരു പഴയ തറവാട്ടുകാരാണ്. കുടുംബത്തിൽ പിറന്നവരെ കയറി വരുന്ന വീടായത്. ഇവിടെ നിൽക്കുമ്പോ അതിന് പറ്റിയ വേഷമൊക്കെ ധരിച്ചാ മതി. മനസ്സിലായോ? കുഞ്ഞിന് ഇതുവരെ കാണാത്തോണ്ട് അച്ഛൻ ആകെ വിഷമിച്ചിരിക്കുന്നു. അതിനല്ലേ ഞാൻ പോയി കൊണ്ടുവന്നത്. എന്താ മോളെ ഇന്നലെ വരാതിരുന്നത്? നീ ടെലിഫോൺ ചെയ്യുന്നവരെ എനിക്ക് മനസ്സിന് യാതൊരു സമാധാനമില്ലായിരുന്നു. ഞങ്ങളുടെ വണ്ടി വരുന്ന വഴിക്ക് കേടു വന്നു. അതുപോലെ എനിക്കറിയാമോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അച്ഛാ, ഞാനിപ്പോ കുളിച്ച് റെഡിയായിട്ട് വരാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഒച്ചയും ബഹളും ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയത് പോലെ. അല്ലെങ്കിൽ പൊളർന്നിരിക്കുക. നീ എന്താന്നും പറയാത്തത്? അല്ല, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. നിന്നോട് സംസാരിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓ, ഇപ്പൊ തനിക്ക് ഭ്രാന്തില്ലാത്തതുപോലെ. ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമായിരുന്നോ? നീ വന്നത് ഞാൻ ഇപ്പോഴും അറിഞ്ഞ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഈ വെക്കേഷൻ എന്തായാലും എനിക്ക് നഷ്ടമായി. പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ വിശേഷങ്ങൾ? നീ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം. എന്താ, നീ വല്ല കുഴപ്പത്തിലും പെട്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ പറ. ഞാൻ എന്റെ തമ്പുരാനെ കണ്ടു. ഏത് തമ്പുരാനെ? എന്റെ പൊന്നു തമ്പുരാനെ. പൊന്നു തമ്പുരാനോ? അതാരാടി? അത് ഞാനിപ്പോ പറയില്ല.
ഇപ്പൊ എനിക്ക് വിവരം മനസ്സിലായി. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പ. പഴയ കള്ളുഷാപ്പില്ലേ? എന്നോടോ കള്ളുഷാപ്പിന്റെ മുമ്പിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തിയത്? ആരെങ്കിലും കണ്ട എന്നെ പറ്റി എന്താ ധരിക്കുക? അയ്യോ, ഇത് കള്ളു ഷാപ്പല്ല. പോണതോ? ആ, പോണത് രണ്ടും ഷാപ്പാ. ഇത് ട്യൂട്ടോറിയൽ കോളേജാ. കഴിഞ്ഞ ലേലത്തില് ഷാപ്പ് കിട്ടാതെ വന്നപ്പോ സ്ഥലം വെറുതെ കരുതി കോളേജ് തുടങ്ങിയതേ ഉള്ളൂ. സത്യം പറയാല മുതലാളി, ഷാപ്പ് ലേലത്തിൽ കിട്ടാത്തതിന്റെ ഖേദം ഇപ്പൊ തീരെയില്ലെന്ന് നമ്മുടെ കോൺട്രാക്ടർ കോരച്ചൻ പറയുന്നത്. ARROW ആരോ ആരോ അമ്പ്. ASS ആസ് കഴുത. ഇതെന്ത് കഴുതേ? BEAR ബിയർ. മുതലാളി ഇരിക്കി. അറിയില്ലേ ഭരതമ്പിള്ള മുതലാളി, നമ്മുടെ ഹൈസ്കൂളിന്റെ മാനേജർ? അറിയാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്കൂൾ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ കള്ളിഷാപ്പ് കൂട്ടി ഈ സ്ഥാപനം തുടങ്ങിയത്. സത്യം പറയാലോ, നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട്. അത് പോട്ടെ, ആരാ ചേരുന്നത്? രണ്ടുപേരും ഉണ്ടോ? ഓ മനസ്സിലായി. അതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട, ഒരു സ്റ്റൂൾ ഇട്ട് തനിച്ചിരുന്നാ മതി. അങ്ങനെ ഇവിടെ പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഞങ്ങളോ? ഞാൻ ഇവൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ വന്നത് മുതലാളിയുടെ മോളെ ചേർക്കാൻ വേണ്ടിട്ടാ. അതെ. 3ാം കൊല്ല? BA ആയിരിക്കും. അല്ല, 10ാം ക്ലാസ്സിലാ. അതെ, 3 വട്ടം തോറ്റു. ഒന്നുമില്ല, ഒരു പൂച്ച. ആ, എത്ര മാർക്കുണ്ട്? 3 3 വട്ടമോ? എന്ന് വെച്ചാ 0. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാ. കാശൊരു പ്രശ്നമല്ല. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും മോളെ ഒന്ന് പാസ്സാക്കി തരണം. ഓ, എന്നിട്ട് വേണം എന്റെ മോളെ ഒരു IAS-കാരൻ്റെ കൂടെ പറഞ്ഞയക്കാൻ. അത് കാണാൻ ബ്രഹ്മാവ് വരെ ജീവിച്ചിരിക്കൂലല്ലോടോ. ഇവിടെ ഓരോ ഭാഷയ്ക്കും പ്രത്യേകം അധ്യാപകരുണ്ട്. മലയാളത്തിന് വിദ്വാൻ തുഞ്ചൻ പറമ്പിൽ പത്രോസ് മകൻ വർക്കി. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കണ്ടു, മലർമധുര നിരകളത സപതി കണ്ടു. ആ, ഇനി ഇതിന്റെ കൂട്ടർത്ത് അങ്ങനെ എഴുതിത്തോളൂ. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കാണുകയും മലർമധുര നിരകളത സപതി കാണുകയും ഉണ്ടായി എന്ന് അർത്ഥം. മനസ്സിലായോ? ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായമല്ല നിങ്ങൾക്ക്. മഞ്ഞച്ചുരിദാർ ഇട്ട് വന്നെന്താ ഇവിടെ കാവടിയാട്ടം നടക്കുക? താടിയും മീശയൊക്കെ ആയിരടോ, പോയി കല്യാണം കഴിക്കടോ. പഠിക്കണം, നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതിത്തോളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. മത്തഭൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം? അറിയില്ല? ഇല്ല സാർ, ഇവിടെ അറിയില്ല. ഇവിടെ ഇവിടെ അറിയില്ല സാർ. ഇവിടെ 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 ബാക്ക് ബെഞ്ച്. ആ, ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അറിയില്ല. ഇല്ല സാർ. ആർക്കും അറിയില്ല? ഇല്ല സാർ. അറിയില്ല? ഇല്ല. അത് പിന്നെ ഈ മത്തഭൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു ഭൃങ്കോദ്യൽ. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങുമ്പോ പോയി ചെത്തിക്കോ. വേതാളം. ആരും ചിരിക്കണ്ട, എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. മോള് കണക്കിൽ അല്പം മോശ. സത്യം പറയാലോ, കണക്കിന്റെ കാര്യത്തില് മുതലാളിയും കണക്കാ. അക്കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. ഇവിടെ കണക്കെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. എന്താ മാഷ പ്രോബ്ലം? നോ പ്രോബ്ലം. ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാഷക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഡൗട്ട്സ്. പിന്നെ മറ്റൊരു കാര്യം,
എന്താ പറയൂ? ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട്. നിനക്കൊക്കെ സംഗീതത്തെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല സാർ. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങൾ ഈ ഗോവിന്ദമാരാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗോവിന്ദമാരാർ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സാർ താമസം. അതുപോലെ ചെണ്ടക്കാരുമായിരിക്കും. ഞാൻ ചോദിച്ചത് അതല്ല, ഷട്കാല ഗോവിന്ദമാരാരെ പറ്റിയാണ്. സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതത്തിൽ നിന്നും എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയ 6 കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷട്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ. മനസ്സിലായോ? നമ്മളിപ്പോ ജന്തുശാസ്ത്രമല്ലേ സാർ പഠിക്കുന്നേ? നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എടാ, സംഗീതം ഒരു മഹാസാഗരമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ്. എന്നാ പിന്നെ മോളെ നാളെ തന്നെ അയച്ചോ. ഓ ശരി. നാളെ ഞാനുണ്ടാവില്ല. ഉത്തരക്കടലാസിന്റെ പിന്നാലെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം. ആ മന്ത്രിക്ക് വല്ലോ പഴയ ഓർമ്മയിൽ വരുന്നതായിരിക്കും അല്ലേ? നല്ല ഓർമ്മയുള്ള പൂച്ച. എന്താടിയാ കൊണ്ടുപോകുന്നത്? അത് മോളുടെ പുസ്തകങ്ങളാ. പഴയ വിലക്ക് തൂക്കി വിറ്റു. വിറ്റോ? ആര് പറഞ്ഞു പുസ്തകങ്ങളൊക്കെ വെക്കാൻ? അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞിനി പഠിക്കുന്നില്ല അത്രേ. അത് അവളാണോ തീരുമാനിക്കാൻ? ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ തന്നെ മോളെ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലടോ. വേഗം കെട്ടിച്ചയക്കാൻ നോക്ക്. എന്നിട്ട് അവളെവിടെ? പറമ്പിലുണ്ട്. അല്ല, പോയി വിളിക്കടോ. പഠിത്തം നിർത്തിയ വകയിലോ പുസ്തകം വിറ്റ വകയിലോ എങ്ങനെ വേണേലും വെക്കാം. ഞാൻ ബോൾ ചെയ്തോളാം. ഞാനാ ബോൾ ചെയ്യുന്നത്. അങ്ങനെ ബോൾ ചെയ്യണ്ടല്ലോ. ഞാൻ രവിശാസ്ത്രിയെ പോലെ സിക്സർ അടിക്കും. അങ്ങനെ ഇപ്പൊ രവിശാസ്ത്രി ആവണ്ട. എന്താവണമെന്ന് ഞങ്ങൾ പറയും, അതങ്ങ് അയച്ചാ മതി. രവിശാസ്ത്രി കണ്ടില്ലേ? എന്നാ പിടി. എനിക്ക് കളിയൊന്നും അറിയില്ല കേട്ടോ. ചിരിക്കില്ലേ? കണ്ടിട്ടെ. അങ്ങനല്ല. എന്തിനാ ചിരിക്കുന്നത്? എന്താ ഇപ്പൊ തമാശ ഉണ്ടായേ? സോറി രാവണേട്ടാ. എന്ത് സോറി? ഞാൻ രാവണേട്ടന് ഒരു സമ്മാനം തരാൻ ഇരിക്കുകയായിരുന്നു. ഇനി എന്തിനാ തരുന്നത്? ഇപ്പൊ തന്നെ കിട്ടിയല്ലോ. മൂക്കിന്റെ പാലം പോയി. എന്തിനെന്നറിയോ? എന്നെ ആ സ്കൂൾ പിള്ളേരെടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയതിന്. എന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? സ്കൂൾ പിള്ളേരുടെ രക്ഷപ്പെട്ട് ഇപ്പൊ ചന്ത പിള്ളേരെ കൂടെ ആയില്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. അയ്യോ, തല തെറിച്ച പിള്ളേരെ കൂടെ കുഞ്ഞല്ലാതെ ആരെങ്കിലും പണ്ടാരടങ്ങോ? പിള്ളേരുടെ ഷേപ്പ് മാറ്റും. എന്തോരം ഷേപ്പുള്ള ആളായി നിൽക്കുന്നേ. ദേ, അച്ഛൻ അവിടെ കരി കയറി നിൽക്കുക. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇനി പഠിക്കുന്നില്ല. അത് അച്ഛനും കൂടി തീരുമാനിക്കണ്ടേ? കുഞ്ഞിനെ ഇപ്പൊ കോളേജിൽ ചേർത്തിട്ട് വന്നിരിക്കുക. ഹൈ, അതിന് ഞാൻ 10ാം ക്ലാസ് തോറ്റല്ലേ? തോറ്റവർക്ക് വേണ്ടിയുള്ളതാണല്ലോ ട്യൂട്ടോറിയൽ കോളേജ്. അച്ഛൻ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുക. കുഞ്ഞിഞ്ഞു വന്നേ. ഓ, എന്റെ ഒരു ക്രിക്കറ്റ് കളിക്കാരാ. ഇത് മാജോന, ഇത് പെലൈ. പോയിട്ട് വരാം. ക്രിക്കറ്റ് പറഞ്ഞിടാ, ഫുട്ബോൾ പറഞ്ഞിടാ. മോളെ, നിന്നെ പഠിപ്പിച്ച ഒരു MA കാരിയാക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അതിന് നീ കൂടി ഒന്ന് മനസ്സ് വയ്ക്കണം. മോക്കറിയാലോ, അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോളൊരു IAS കാരനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളത്. ഒരു 10ാം ക്ലാസ്സെങ്കിലും പാസ്സാകാതെ ആരെങ്കിലും വരൂ? എന്റെ അമ്മോ, 10ാം ക്ലാസ് പാസ്സായ പിന്നെ IAS കാരുടെ ക്യൂ ആയിരിക്കും. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാനുള്ളത് ഞാൻ ഇനി പഠിക്കുന്നില്ല ചാ. സ്കൂളിൽ ചെന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നു. അതുകൊണ്ടല്ലേ അച്ഛൻ മോളെ കോളേജിലേക്ക് മാറ്റിയത്. ഇനി ആരും കളിയാക്കില്ല. അതിന് ഞാൻ എന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വിറ്റു.
അതിന് അച്ഛൻ പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാം. മോള് നാളെ തന്നെ പോണം. അങ്ങനെ ഭീമസേനൻ കല്യാണ സൗഗന്ധി പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും പടലും അടിച്ചു വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കുരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കിടക്കണു. എന്തിനാ? ഭീമനെ പരീക്ഷിക്കാനായി. സോറി സോറി. എന്നിട്ട് സാർ പരീക്ഷിക്കാനായി എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹേയ്, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹേയ്, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ. ചന്ദ്രിക ഇത് ലോകല്ലേ? നമ്മളിങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? നാട്ടുകാർ നമ്മൾ ഭീമന്റെ കഥയല്ലേ പറഞ്ഞു വന്നത്? അതെ, അതെനിക്കറിയാം. ഭീമൻ നിന്റെ വല്യമ്മയുടെ മോനൊന്നല്ലോ. ഇരിക്കടാ കാശുവണ്ടി മോറൻ. അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കുരങ്ങന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആട്ടെ, ഭീമൻ എന്തിനാ കാട്ടിപ്പോയത്? പൂ പറിക്കാൻ. ഏത് പൂവ്? കല്യാണ സൗഗന്ധിക പൂ. പൂ പറിക്കാൻ ഭീമൻ ഒറ്റയ്ക്കാണോ പോയത്, അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അറിയില്ല. അറിയില്ല. ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. എന്നാ കവിത പറയൂ. കവിത ഞാൻ പറയണോ? കാനന ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. സൈലൻസ് സൈലൻസ്. ഇതെന്താ ക്ലാസ് റൂമോ അത് ചന്തപ്പരയോ? ശരിയായിട്ടുള്ള ഉത്തരം പറയൂ കുട്ടി. പൂ പറിക്കാൻ പോയപ്പോ ഒറ്റയ്ക്കാണോ പോയത്, അതോ തോഴിമാരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാഷേ. ആരാ? സിന്ധു സുമതി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ്. എന്താ മാഷേ, അല്ല പെണ്ണ് കാണാൻ പോണ്ടോ? അപ്പോഴേ മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ട്, നസ്രാണി മലയാള മാഷ. അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ? ഇയാള് വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ഈ കക്ക ബെല്ലടിച്ചു പോയൻ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടുതരല്ലേ. ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത്. ആ കുട്ടി എന്താ ചോദിച്ചു പറ. ഇയാൾ എന്തിനാ വെറുതെ വാളും കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും. എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണമെങ്കിൽ 1 or 2 ചാക്കി ഞാൻ കൊണ്ട് തരാം. കല്യാണപ്പൂവാ? ആ താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധി പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാ. കുറെ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം.
ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ് ഉളുപ്പുണ്ട് കാക്ക നിങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ പോയി അവിടുന്ന്